നമസ്കാരം. കൊട്ടാരക്കരയിലെ കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് ഒഴിവാക്കാൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട 2 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ഇഡിയുടെ ഏജന്റുമാരെന്ന് വിശ്വസിപ്പിച്ചാണ് പണം തട്ടാൻ ഇവർ ശ്രമിച്ചത്. എറണാകുളം തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരാണ് വിജിലൻസിന്റെ പിടിയിലായത്. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് എറണാകുളം പനമ്പള്ളി നഗറിൽ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിൽസനെ പിടികൂടുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുരളി മുകേഷിന്റെ പങ്ക് വ്യക്തമായത്. തുടർന്ന് ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് ബയോമെട്രിക് ശേഖരിക്കില്ല. ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചാലുടൻ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയാൽ സർക്കാർ സേവനങ്ങൾ എളുപ്പം ലഭ്യമാകും. 5-ാം വയസ്സിലും 15-ാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായും പുതുക്കണം. 5-ാം വയസ്സിലെ പുതുക്കൽ 7 വയസ്സിലും 15-ാം വയസ്സിലെ പുതുക്കൽ 17 വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ പുതുക്കൽ സൗകര്യം സൗജന്യമായി ലഭ്യമാകൂ. പുതുക്കൽ നടത്താതിരുന്നാൽ അത് അസാധുവാവുകയും ചെയ്യും. കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കാൽ വഴുതി 70 അടി താഴ്ചയിലേക്ക് വീണ യുവാവിന് രക്ഷകരായത് ഫയർഫോഴ്സ്. ചിങ്കൽ സിറ്റി സ്വദേശി സാംസൺ ആണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം സാംസൺ കോട്ടപ്പാറയിൽ എത്തിയത്. പാറയിൽ നിന്ന് തെന്നി 70 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. പരിക്കേറ്റ സാംസനെ തൊടുപുഴ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങൾ തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിന്റെ പേര് നിർദ്ദേശിക്കാതെ കോൺഗ്രസ്. 4 അംഗങ്ങളുടെ പേരാണ് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. അതിൽ ലോക്സഭാ അംഗമായ ശശി തരൂരിന്റെ പേര് ഉണ്ടായിരുന്നില്ല. മുൻ കേന്ദ്രമന്ത്രിമാരായ ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയി, സയ്യിദ് നാസിർ ഹുസൈൻ, രാജ് ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട എംപിമാരുടെ പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെട്ടിരുന്നു. റാവൽപിണ്ടി നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് സമ്മതിച്ച് പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആക്രമണം നടത്തിയ വിവരം സൈനിക മേധാവിയാണ് തന്നെ അറിയിച്ചതെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അടച്ച ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരി വാഗ ബോർഡർ തുറന്നു. 23 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അട്ടാരി വാഗ ബോർഡർ തുറന്നത്.